Welcome to a new era of financial opportunity. Dear friends, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിലും ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും പല ആശങ്കകളാണ് ഓടിയെത്തുന്നത്. കാരണം ദിനം പ്രതി പല രീതിയിലും പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള പല ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റികളും പല ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും കേൾക്കുന്ന വ്യക്തികളാണ്. ഏതെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്ത് അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളും ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന പല ആശങ്കകളുണ്ട്. അത് ചിലപ്പോൾ പ്രധാന ആശങ്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് എത്ര നാൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന പ്രധാന ആശങ്ക. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, ഇത് വിശ്വസിക്കാൻ സാധിക്കുന്ന കമ്പനിയാണോ, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. ഡിഫറൻസ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് ഈ ആശങ്കകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കൈകളിലേക്ക് തരാൻ പോകുന്നത്. ഇത്രയും ഒരു മഹത്തരമായ ആശയം നമ്മുടെ മുമ്പിലേക്ക് പ്രദാനം ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് 3C അസറ്റ്സ്, ഷേപ്പിംഗ് എ പ്രോസ്പെറസ് ഫ്യൂച്ചർ. നമ്മുടെ എല്ലാവരുടെയും ഭാവി വളരെയധികം സമ്പൽ സമൃദ്ധമാകാൻ സാധിക്കുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് 3C അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സൂം മീറ്റിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുക, ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ചായിരിക്കും. കാരണം ഈ ഒരു കമ്പനിയുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ്, നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇത് എത്രത്തോളം വലിയൊരു കമ്പനിയാണെന്നുള്ളതും, നമ്മുടെ കൈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് എത്രത്തോളം വലുതാണ്, എത്രത്തോളം ഡെപ്ത് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് മാത്രമല്ല, ഒരു ലോങ് ടൈം കരിയർ നമുക്ക് ഇതിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനിയുടെ പ്രൊഫൈൽ തന്നെയായിരിക്കും. അതിനുശേഷമായിരിക്കും എങ്ങനെ ഇതിന്റെ ഭാഗമാകാം, ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ, 3C അസറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞു. കമ്പനി ഇപ്പോൾ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് പീരീഡിലാണ്. കമ്പനിയുടെ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത് ഒക്ടോബർ മന്തിൽ കമ്പനിയുടെ ഒഫീഷ്യൽ ലീഡേഴ്സ് മീറ്റിൽ വെച്ചിട്ടാണ് കമ്പനിയുടെ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത്. ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് 4 മാസമായിട്ടുള്ളൂ. പക്ഷേ ഈ കമ്പനി അതിന്റെ യാത്ര തുടങ്ങിയിട്ട് 25 വർഷമായി എന്നുള്ളതാണ്. 25 വർഷമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണ് 3C അസറ്റ്സ് എന്ന് പറയുന്നത്. 25 വർഷമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ ഒരു കമ്പനിക്ക് നിലനിൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര സംഗതിയല്ല. ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് പ്രോഫിറ്റ് കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ടും അവരുടെ വിശ്വാസ്യത കറക്റ്റായിട്ട് നിലനിർത്താൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ലോങ് ടൈം ഓഫ് പീരീഡ് ഓഫ് ടൈമിൽ കമ്പനിക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററി അതോറിറ്റി ബോർഡായിട്ടുള്ള സെബി ലൈസൻസ്ഡ് ആയിട്ടാണ് കമ്പനി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കമ്പനി പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് 3C അസറ്റ്സ് എന്ന് പറയുന്നത്. അക്രോസ് ബോർഡേഴ്സ്, അക്രോസ് ഇൻഡസ്ട്രീസ്. കമ്പനി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ ചില മേഖലകളിൽ മാത്രമാണ് പ്രവർത്തനം പരിമിതപ്പെടുത്തിയിരുന്നെങ്കിൽ ഇവിടെ 3C അസറ്റ്സിലൂടെ ഒരു വേൾഡ് വൈഡ് ഒരു എക്സ്പാൻഷൻ ആണ് കമ്പനി 3C അസറ്റ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. വളരെ വലിയ വിഷനും വളരെ വലിയ പ്രോജക്ട്സുകളുമാണ് 3C അസറ്റ്സിലൂടെ കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഏതു രാജ്യത്തുള്ള ഒരു വ്യക്തിക്കും ഈ ഒരു ബിസിനസിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. അത് രാജ്യങ്ങൾക്ക് അതീതമായിട്ട്, കറൻസികൾക്ക് അതീതമായിട്ട് ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും. കാരണം ഇതിന്റെ ഇൻ ആൻഡ് ഔട്ട് ക്യാഷ് ഫ്ലോ വരുന്നതെല്ലാം ലോകത്തിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള USDT-യിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ പല രാജ്യങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ട്രെൻഡിങ് ആയിട്ട് മാറിക്കഴിഞ്ഞു. പല വ്യക്തികളും ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. ഇനി വളരെ പ്രൗഡാണ് കമ്പനിയുടെ പ്രൊഫൈൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. യെസ്, ദ ലെജൻഡറി പേഴ്സണാലിറ്റി മിസ്റ്റർ ഡോക്ടർ ബിനോയ് ജെ കാറ്റാടിയിൽ DSc. ഇദ്ദേഹം മലയാളിയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രൗഡാണെന്ന് പറയാൻ കാരണം, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു 10 എക്സ്പേർട്ടുകളെ, അതായത് അസറ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു 10 വ്യക്തികളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ChatGPT നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നേരിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കിട്ടുന്നതാണ്. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ 2 ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ്. ഒന്ന് മാക്രോ എക്കണോമിക്സിലാണ്, അടുത്തത് വന്നിട്ട് ഫിനാൻസിലാണ്. അതുപോലെ തന്നെ 3 പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഉള്ള ഒരു CA-കാരനാണ്. ഒന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ്, അടുത്തത് ഫിനാൻസിലാണ്, മൂന്നാമത്തെ വന്നിട്ട് ലോയിലാണ്.
LLBയും LLM ഉള്ള. അപ്പൊ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഈ കമ്പനിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കഴിഞ്ഞ 25 വർഷമായിട്ട് ഇദ്ദേഹം ഏത് കമ്പനികളാണ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 25 വർഷമായിട്ട് ഇന്ത്യയിലും ഇന്റർനാഷണൽ ലെവലിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെ കമ്പനികളാണ്? ഇന്ത്യയിൽ Blue91 എന്ന് പറയുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ 3C ക്യാപിറ്റൽസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിൽ Blue91 എന്ന് പറയുന്ന കമ്പനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററി അതോറിറ്റി ബോർഡായിട്ടുള്ള സെബി ലൈസൻസ്ഡ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Blue91 വെബ്സൈറ്റിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറി പരിശോധിക്കാൻ സാധിക്കും. ആ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കുമ്പോൾ ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ കമ്പനികളുടെ ഷെയറുകളിൽ നിന്നാണ് എത്ര ഇരട്ടി പ്രോഫിറ്റ് ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ 3C ക്യാപിറ്റൽസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്യുന്ന കമ്പനിയാണ്, അസറ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന കമ്പനിയാണ്. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഇന്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അസറ്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് 3C ക്യാപിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് തലത്തിലുള്ള സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് IBBI ബോർഡിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. IBBI ബോർഡ് എന്ന് പറയുമ്പോൾ ബാങ്ക് റെപ്റ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ, അതുപോലെ ബാങ്കുകൾ, ഇവയെ ഫിനാൻഷ്യലി അഡ്വൈസ് കൊടുത്തുകൊണ്ട്, ഗൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് നയിക്കുന്ന ബോർഡാണ് IBBI ബോർഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഗവൺമെന്റ് തലത്തിൽ പോലും ഫിനാൻഷ്യലി അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇനി കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് CMD എന്ന് പറയുന്ന സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ CMD ബോർഡ് ഉണ്ട്. ആ വിഭാഗത്തിന്റെ കഴിഞ്ഞ 3 വർഷത്തെ ഡയറക്ടർ ജനറൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. CMD എന്ന് പറയുമ്പോൾ കേരള ഗവൺമെന്റിന് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഡീലുകൾക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ബോർഡാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും കേരള ഗവൺമെന്റിന്റെ CMDയുടെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാം. അതിൽ ഓരോ വർഷത്തെയും പ്രവർത്തന റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ഇദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽസോടുകൂടിയാണ്. ഇനി കഴിഞ്ഞ 25 വർഷമായിട്ട് ഇദ്ദേഹം ഏത് മേഖലയിലാണ്, ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? അസറ്റ് മാനേജ്മെന്റ് മേഖല അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് മേഖലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്താണ് അസറ്റ് മാനേജ്മെന്റ് രംഗം അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് രംഗം? ട്രേഡിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന വാക്ക് വളരെയധികം ഫെമിലിയർ ആയിരിക്കും. എന്താണ് അസറ്റ് മാനേജ്മെന്റ് രംഗം അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് രംഗം? നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രേഡിംഗ് മേഖലയിൽ നിന്ന് വളരെ വലിയ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സെബിയുടെ കണക്കുകൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന സാധാരണക്കാരായിട്ടുള്ള ട്രേഡേഴ്സിൽ 90% വരുന്ന വ്യക്തികളും ലോസിലാണ്, നഷ്ടത്തിലാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു 10% വരുന്ന വ്യക്തികൾ മാത്രമാണ് കൃത്യമായിട്ട് പ്രോഫിറ്റിലൂടെ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ട്രേഡേഴ്സ്, നമ്മളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും നിലവിലൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോ എൻഗേജ്ഡ് ആയിട്ട് നടക്കുന്ന വ്യക്തികളാണ്. നമുക്ക് എന്താണ്, നമുക്കൊരു നമ്മുടെ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം, അതുപോലെ പല രീതിയിലുള്ള കൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കണം. മാത്രമല്ല ട്രേഡിങ്ങിൽ നല്ല രീതിയിൽ വരുമാനം മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പല കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. പല ന്യൂസുകളും ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ മാറ്റിമറിക്കാറുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ സെക്ടറുകളിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ചേഞ്ചുകൾ, ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് മേടിക്കണമെന്നാണെങ്കിൽ രാവിലെ 9:15 മുതൽ ചിലപ്പോൾ 3:30 വരെ, വൈകിട്ട് 3:30 വരെ ഫുൾ ടൈം നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് കിട്ടുക. അപ്പൊ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള ലൈഫിൽ നമ്മൾ പലപ്പോഴും ട്രേഡ് മാർക്കറ്റിന്, ട്രേഡിംഗ് മേഖലയെ നമുക്ക് സമീപിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നമ്മൾ സമീപിക്കാറില്ല. അങ്ങനെ സമീപിക്കുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിൽ ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലാത്ത വ്യക്തികൾ പലപ്പോഴും ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ടിപ്സുകൾ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തികളാണ് കൂടുതലും. അപ്പോൾ 90% ആയിട്ടുള്ള വ്യക്തികൾ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിഫറൻസ്. പക്ഷെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ട്രേഡേഴ്സിന് റീറ്റെയിലേഴ്സ് ട്രേഡേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു മേഖലയുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികളാണ്. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്? ഡിയർ ഫ്രണ്ട്സ്, കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിംഗ് മേഖലയെ സമീപിക്കുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ പറയുന്ന പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന കമ്പനികളാണ് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനികൾ എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനികളുടെ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുകയും അവരുമായിട്ടുള്ള എഗ്രിമെന്റ് അനുസരിച്ച് കൃത്യമായിട്ട് അവർക്ക് എഗ്രിമെന്റ് പ്രകാരമുള്ള പ്രോഫിറ്റ് കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്കുള്ളത്. ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ടെക്നിക്കലായിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഡിവിഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ റിസർച്ച് ഡിവിഷൻ ആണ് ഏത് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന ഫണ്ട് ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫോറക്സിലാണോ ക്രിപ്റ്റോയിലാണോ, ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും അത് ചെയ്യുന്നതും ഈ ടെക്നിക്കൽ അല്ലെങ്കിൽ ഈ റിസർച്ച് വിങ് ആയിരിക്കും. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. ഇതാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡിഫറൻസ് കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ അസറ്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ ഫോറക്സിലും ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണ് 3C അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണത്. ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. നമുക്ക് 100% വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റിന് നമുക്ക് സമീപിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ഒരു ലെജൻഡറി പേഴ്സണാലിറ്റി ആണ് കമ്പനിയുടെ CMO, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ മിസ്റ്റർ മോ മുഖ്ര. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 18 വർഷമായിട്ട് ഇദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളത് Web3 ഇൻഡസ്ട്രിയിലാണ്. Web3 ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി വരുന്ന മേഖലകളാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, NFT, മെറ്റവേഴ്സ്, ഇതെല്ലാം വരുന്നത് Web3 ഇൻഡസ്ട്രിയിലാണ്. നമുക്ക് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് XT.com എന്ന് പറയുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച്. അതിന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് മിസ്റ്റർ മോ മുഖ്രം. അതുപോലെ തന്നെ എത്തിസലാത്തിന്റെ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റുകളുടെയൊക്കെ ചീഫ് ഹെഡായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് മിസ്റ്റർ മോ മുഖ്രം എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഇദ്ദേഹമാണ് കമ്പനിയുടെ CMO എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ ഫൗണ്ടർ ആയിക്കോട്ടെ, കമ്പനിയുടെ CMO ആയിക്കോട്ടെ, ഇവരെല്ലാവരും ബിഹൈൻഡ് ദ കർട്ടൻ അല്ല, മുൻപിൽ നിന്നാണ് ഈ ഒരു കമ്പനിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീക്കിലും എന്താണ് കൃത്യമായിട്ട് നമ്മളുടെ CMOയും നമ്മുടെ ഫൗണ്ടറും നേരിട്ട് സൂം മീറ്റിംഗിൽ വന്നിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന്റെ സ്വീകരിച്ചിരിക്കുന്ന ഫണ്ട് ഏതൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് എടുക്കുന്നത് എന്നുള്ളത് ലൈവ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണിച്ച് തരികയുണ്ടായി. ദാറ്റ് മീൻസ് മുൻപിൽ നിന്ന് നയിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടുള്ള ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു മാനേജ്മെന്റ് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ ഇത് എന്റെ കമ്പനിയാണ് എന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഒരു പ്രോജക്റ്റ് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉള്ള പ്രോജക്റ്റ് ആണെന്നുള്ളത്. ഇനി കമ്പനിയുടെ ലീഗാലിറ്റി പറയുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ MSB ലൈസൻസ്ഡ് ആണ് കമ്പനി. അതുപോലെ ഏഷ്യ പസഫിക് ആൻഡ് യൂറോപ്പ് റീജിയന് വേണ്ടിയിട്ട് കമ്പനി ഹോങ്കോങ്ങിലും ലൈസൻസ്ഡ് ആണ്. ഈ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നു വരുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് KYC കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു യൂസർ നെയിം പാസ്വേഡ് കിട്ടുന്നതാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ 3C അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്യും. കമ്പനി എന്തൊക്കെ പ്രോജക്റ്റുകളാണ് കൊണ്ടുവരുന്നത്, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് കൊണ്ടുവരുന്നത്, എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് കൊണ്ടുവരുന്നത്, ഇതിലെല്ലാത്തിനും ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് എൻട്രി ആണ്. സോ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന എല്ലാ വ്യക്തികളും 3C അസറ്റ്സിന്റെ വരും കാല എല്ലാ ബിസിനസ്സുകളിലും ഈ യുണീക്ക് ID ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് എൻറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കമ്പനിയുടെ റോഡ് മാപ്പാണ് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഏതൊക്കെ രീതിയിലാണ് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന 3C അസറ്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അടുത്ത 5 വർഷത്തേക്കുള്ള കമ്പനിയുടെ പ്ലാനിങ്ങുകൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഈ റോഡ് മാപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2000-ലാണ് കമ്പനി അതിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2012-ൽ ഫസ്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനി ആയിട്ടുള്ള മോഡ് ഗ്രൂപ്പ് ഇവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററി അതോറിറ്റി ബോർഡ് ആയിട്ടുള്ള സെബി ലൈസൻസ് ആയിട്ട് മാറുന്നത് 2012-ലാണ്. 2015-ലേക്ക് വരുമ്പോൾ ഇന്റർനാഷണലി തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്യുന്ന കമ്പനി ആയിട്ടുള്ള 3C ക്യാപിറ്റൽസ് ദുബായ് ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2015-ലാണ്. അപ്പൊ കമ്പനിയുടെ സക്സസ് ആണ് കാണിക്കുന്നത്. ഇനി 2018-ലേക്ക് വരുമ്പോൾ ഈ ഒരു റോഡ് മാപ്പ് നോക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 2018-ലാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് മേഖലയിൽ ഒരു റിസർച്ച് ഡിവിഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2018-ലാണ്. ഇത് തന്നെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്.
നമ്മുടെ എം ഡിയുടെ വാക്കുകളിൽ നമുക്ക് ഡയറക്റ്റ് കേൾക്കാൻ സാധിച്ചത് ഏകദേശം ഒരു 200 പേരടങ്ങുന്ന ടെക്നീഷ്യൻസ് അടങ്ങുന്ന ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന 200 പേരടങ്ങുന്ന ഒരു റിസർച്ച് വിങ് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി ഈ റിസർച്ചുകളുടെയും അനലൈസുകളുടെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് 3C അസറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് 4 മാസം പിന്നിടുന്നു. എന്താണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന 3C അസറ്റ്സിന്റെ പ്രത്യേകത? കമ്പനിയുടെ വിഷൻ ഇതാണ്: ലോകമെങ്ങും ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിനെ ഇവിടെ ഡെവലപ്പ് ചെയ്യുക. ഫ്രണ്ട്സ്, 3C അസറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത സെയിം ടൈമിൽ തന്നെ കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിനും കമ്പനി ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3C എന്നാണ് കമ്പനിയുടെ ബ്ലോക്ക് ചെയിന്റെ പേര്, 3C ചെയിൻ. നമുക്ക് വേണമെങ്കിൽ 3cchain.io എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് 3C ചെയിൻ എന്നും അതിന്റെ വരും കാല പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണെന്നും ഇപ്പോൾ ലൈവായിട്ടുള്ളത് എന്തൊക്കെയാണെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 3C ചെയിൻ ഇവിടെ ലൈവാണ്. കമ്പനിയുടെ വിഷൻ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. ആ കമ്മ്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ ബ്ലോക്ക് ചെയിൻ ഇവിടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ അൾട്ടിമേറ്റ് വിഷൻ എന്ന് പറയുന്നത്. ഈ 3C അസറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 ഇൻഡസ്ട്രികളുടെ ഒരു ബ്ലെൻഡ് ആണ് 3C അസറ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഉപയോഗിച്ചുകൊണ്ടാണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ ആയിരിക്കും അത് സാധിക്കുക എന്നുള്ളതാണ്. ഏതൊരു സാധാരണക്കാരനും ഫിനാൻഷ്യലി വളരെ വലിയ ഒരു റിച്ച് ലൈഫിലേക്ക് മാറാൻ പറ്റുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലൂടെ കമ്പനി ഇവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. രണ്ടാമത്തത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് മേഖല. ഇപ്പോൾ നമ്മളുടെ പാരന്റൽ കമ്പനി ആയിട്ടുള്ള Blue91 ആയിക്കോട്ടെ, 3C ക്യാപിറ്റൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് ബ്ലാക്ക് റോക്ക് പോലെയുള്ള വൻകിട അസറ്റ് മാനേജ്മെന്റ് കമ്പനികളായിക്കോട്ടെ, വൻകിട അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലേക്ക് ഒരു സാധാരണക്കാരനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. കോടിക്കണക്കിന് രൂപ ക്യാപിറ്റലുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ആ കമ്പനികളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പോലും പറ്റുള്ളൂ. എന്നാൽ ഇവൻ നമ്മുടെ Blue91 വെബ്സൈറ്റിൽ കയറി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 1 CR ഉള്ളവർക്ക് മാത്രമായിരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എലിജിബിലിറ്റി കാണിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനത്തെ ഒരു മേഖല ഇവിടെ 3C അസറ്റ്സിലൂടെ ഇതിന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്ന ഏതൊരു സാധാരണക്കാരനും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തികച്ചും ജനകീയമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് ഭാഗമാകുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും പോർട്ട്ഫോളിയോ മാനേജ്മെന്റിലൂടെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയാണ്. കമ്പനിയുടെ ബ്ലോക്ക് ചെയിൻ ഓൾറെഡി ലൈവ് ആണ്. ഇനി ആ ബ്ലോക്ക് ചെയിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത 5 വർഷത്തേക്കുള്ള കമ്പനിയുടെ പ്ലാനിങ്ങുകൾ നമ്മുടെ റോഡ് മാപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ആ 2 മേഖലയും കവർ ചെയ്തിട്ടാണ് കമ്പനി റോഡ് മാപ്പ് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി 2026 കമ്പനിയുടെ പ്ലാനിങ്ങുകൾ, 2026 10 ലക്ഷം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന 10 ലക്ഷം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. മാത്രമല്ല റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ കമ്പനി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് 2026 എന്താണ് റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി ഇപ്പോൾ ഏറ്റവും ആദ്യം, അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഒരു ക്രിപ്റ്റോ വേർഷൻ ആണ് റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. കമ്പനി ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത് ഗോൾഡ് മൈനിങ്, സിൽവർ മൈനിങ്, ലിഥിയം മൈനിങ് കമ്പനികളുടെ ഡിജിറ്റൽ അസറ്റ് ടോക്കണൈസ് ചെയ്തിട്ടുള്ള ഷെയറുകളായിരിക്കും ഇവിടെ കൊണ്ടുവരിക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വൻകിട കമ്പനികളുടെ ഷെയറുകൾ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് നമുക്ക് വാങ്ങുന്നതിനും ഷെയർ ഹോൾഡേഴ്സ് ആവുന്നതിനും പറ്റുന്ന രീതിയിൽ വളരെ വലിയൊരു മേഖലയാണ് റിയൽ വേൾഡ് അസറ്റിലൂടെ കമ്പനി 2026 ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി 2026 കമ്പനി പ്ലാൻ ചെയ്തിരുന്നത് ക്രിപ്റ്റോ വിസ ഡെബിറ്റ് കാർഡ്, 3C ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ക്രിപ്റ്റോ വിസ ഡെബിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് 2026. പക്ഷേ ലാസ്റ്റ് വീക്ക് കമ്പനിയുടെ അപ്ഡേഷൻസ് അനുസരിച്ച് വിത്തിൻ മന്ത്സ് 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ റെവല്യൂഷണറി പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ 3C ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ക്രിപ്റ്റോ വിസ ഡെബിറ്റ് കാർഡിലൂടെ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ വാലറ്റിലുള്ള ക്രിപ്റ്റോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല അതാത് രാജ്യങ്ങളിൽ അവർക്ക് അവരുടെ ക്രിപ്റ്റോ കറൻസി അതാത് കറൻസിയിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആണ് കമ്പനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിത്തിൻ മന്ത്സ് ഈ റെവല്യൂഷണറി പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. നാളുകളിൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പല വ്യക്തികളും 3C അസറ്റ്സിന്റെ ഭാഗമായിരിക്കും. അത്രയും സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി 2027 വരുമ്പോൾ 3C ബ്ലോക്ക് ചെയിനിൽ കമ്പനി ക്രിപ്റ്റോ എക്സ്ചേഞ്ച്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബൈനാൻസ് പോലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് കമ്പനി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നു. 3C എക്സ്ചേഞ്ച് ആയിരിക്കും.
അതുപോലെ അതിൽ P2P ട്രാൻസ്ഫറും എല്ലാം ഉൾപ്പെടുന്ന ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ അത് 2027 കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3C ബ്ലോക്ക് ചെയിനിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള കൊമേഴ്സ് പോർട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2027. ഇനി 2028 വരുമ്പോൾ 50 ലക്ഷം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 50 ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റുകളിൽ ഒന്നായിട്ട് 3C അസറ്റ്സിനെ മാറ്റുക. അങ്ങനെ വളരെ വലിയ വിഷനാണ് കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ ഹോങ്കോങ് എക്സ്ചേഞ്ചിൽ കമ്പനി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് 2028. ഇനി 2029 വരുമ്പോൾ 1 കോടി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഫിൻടെക് പോലുള്ള പ്രോജക്റ്റുകൾ 3C ബ്ലോക്ക് ചെയിനിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് 2029. 2030 വരുമ്പോൾ 2 കോടി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നായിട്ടുള്ള നാസ്ഡാക്കിൽ 3C അസറ്റ്സിന്റെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് 2030. അതിന്റെ പ്രാഥമിക നടപടികൾ എന്നോണമാണ് കമ്പനി ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഫിനാൻഷ്യൽ ഡീലുകൾക്ക് പറ്റുന്ന മണി ലോണ്ടറിംഗ് ആയിട്ടുള്ള ആക്ടിന് കീഴിൽ വരുന്ന MSB ലൈസൻസ്ഡ് ആയിട്ട് കമ്പനി മാറിയിരിക്കുന്നത്. സോ വളരെ വലിയ വിഷനാണ് കമ്പനിക്കുള്ളത്. നമ്മൾ ഇത്രയും നാൾ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള പ്രോജക്റ്റുകളുമായിട്ട് 3C അസറ്റിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം ഇത് അത്രയും വളരെ വലിയൊരു ബിഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് 3C അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഏതൊക്കെ മേഖലകളാണ് കമ്പനി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇക്വിറ്റി മേഖല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഇന്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, അതുപോലെ കമ്മോഡിറ്റിയിൽ ലിഥിയം, ഗോൾഡ്, ഓയിൽ, സിൽവർ ഈ മേഖലകളാണ്. ക്രിപ്റ്റോയിൽ USDT, സൊലാന, ബിറ്റ്കോയിൻ, എത്തേറിയം, കാർഡാനോ, അതർ ഇൻവെസ്റ്റ്മെന്റ് മേഖലകളായിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ, പ്രൈവറ്റ് ഇക്വിറ്റി, അതായത് ഈ എല്ലാ മേഖലകളിലും കവർ ചെയ്തിട്ടാണ് കമ്പനി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇനി കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള 3C ബ്ലോക്ക് ചെയിൻ ഇവിടെ റെവല്യൂഷൻ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 3C ബ്ലോക്ക് ചെയിന്റെ യൂട്ടിലിറ്റികൾ, പ്രൊഡക്റ്റുകൾ മാത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. 3C ബ്ലോക്ക് ചെയിൻ ഓൾറെഡി ലൈവ് ആണ്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ആ ബ്ലോക്ക് ചെയിനിൽ വരുന്നു. റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. കൊമേഴ്സ് പോർട്ടലുകളും ക്യാഷ് ബാക്ക് പോർട്ടലുകളും ലോഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്രീം മിന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ പ്രോഡക്റ്റ് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. 2 മാസം മുമ്പാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കമ്പനിയുടെ സ്വന്തം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലക്കി ഡ്രോ പ്ലാറ്റ്ഫോം ആണ് ഡ്രീം മിന്റ് എന്ന് പറയുന്നത്. ഡ്രീമിനെ കുറിച്ച് പറയുമ്പോൾ 2 മാസം മുമ്പ് കമ്പനിയുടെ ഫസ്റ്റ് അച്ചീവേഴ്സ് മീറ്റ് തായ്ലൻഡിൽ വെച്ച് നടന്നു. ആ അച്ചീവേഴ്സ് മീറ്റിൽ വെച്ചിട്ടാണ് ഡ്രീം മിന്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രേറ്റ് പ്രോഡക്റ്റ്, ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ലക്കി ഡ്രോ പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി മാത്രമായതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ടിക്കറ്റ്സ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ വലിയ ജാക്ക്പോട്ട് പ്രൈസുകൾ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പിൻ ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസ് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് ലക്കി ഡ്രോ ഇങ്ങനെയായിരുന്നു. iPhone 16 Pro ആയിരുന്നു പ്രോഡക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു ടിക്കറ്റിന്റെ വില $10 മാത്രമായിരുന്നു. 50 ടിക്കറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 50ാമത്തെ ടിക്കറ്റ് സെല്ലായ സ്പോട്ടിൽ തന്നെ സിസ്റ്റംസ് റൺ ചെയ്യുകയും ഒരു വിജയിയെ സെലക്ട് ചെയ്യും, പ്രൈസ് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. രണ്ടാമത് നടന്നത് ഐപാഡിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ ലക്കി ഡ്രോയിൽ ഒരു മലയാളിയാണ്, ഒരു കേരളത്തിലുള്ള മലയാളിയാണ് അത് വിന്നർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മാക്ബുക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് കിയ കാറിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്കി ഡ്രോ ആണ്. അതുപോലെ തന്നെ വീക്കിലി ക്യാഷ് പ്രൈസ് കിട്ടുന്ന രീതിയിലുള്ള $5 മാത്രം ടിക്കറ്റ് വാല്യൂ വരുന്ന രീതിയിലുള്ള സ്പിൻ ആൻഡ് വിന്നിംഗ് കമ്പനി വീക്കിലി കമ്പനി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. അത് ലാസ്റ്റ് വീക്കിൽ നമ്മുടെ MDയുടെ മീറ്റിംഗിൽ നിന്ന് കിട്ടിയ അപ്ഡേഷൻസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കമ്പനിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അതുപോലെ ChatGPT സെർച്ച് ചെയ്യാം, A to Z കമ്പനിയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകാം, ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. യെസ് ഫ്രണ്ട്സ്, ബി എ ബില്യണിയർ 3C അസറ്റ്സ് അഫിലിയേഷൻ പ്രോഗ്രാം. നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ഒരു ഇൻവെസ്റ്റർ ആയിട്ട് അപ്രോച്ച് ചെയ്യാം. 2, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകും? അസറ്റ് മാനേജ്മെന്റ് അഫിലിയേഷൻ അക്കാഡമി അഥവാ AMA പാക്കേജുകൾ, 7 AMA പാക്കേജുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. സ്റ്റാർട്ടർ പാക്കേജിന് $50 ആണ്, ബ്രോൺസ് പാക്കേജിന് $100, സിൽവർ പാക്കേജിന് $300, ഗോൾഡ് പാക്കേജിന് $500, പ്ലാറ്റിനം പാക്കേജിന് $1000, ടൈറ്റാനിയം പാക്കേജിന് $2500, ഡയമണ്ട് പാക്കേജിന് $5000. ഇതിൽ ഏത് പാക്കേജ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഒന്നാമത്തെ ബെനിഫിറ്റ്, എല്ലാ പാക്കേജിനോടൊപ്പവും ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഒരു എഡ്യൂക്കേഷണൽ കോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $100 ബ്രോൺസ് പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഷെയർ ട്രേഡിംഗ്, അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷണൽ കോഴ്സാണ് നമുക്ക് കിട്ടുന്നത്. $300 സിൽവർ പാക്കേജ് ആണെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ടാവും. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സാണ്. ഓർക്കുക, ഈ മേഖലയിലുള്ള എക്സ്പേർട്ടുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോഴ്സിന് അത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ്, നമ്മൾ ഏത് പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്നോ ആ ജോയിനിങ് എമൗണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കമ്പനി നമുക്ക് റിട്ടേൺ തരുന്നുണ്ട്. ഇനി നമ്മൾ അത് ഒന്നിനും ഉപയോഗിച്ചില്ലെന്നാണെങ്കിൽ മന്ത്ലി 2% വെച്ച് കമ്പനി ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് റിട്ടേൺ തരുന്നതാണ്. അപ്പൊ ഫലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫ്രീ ജോയിനിങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ്. ഇനി ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു $100 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്തു. നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് കിട്ടും. നമ്മൾ ആ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാലറ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ വാലറ്റിൽ നമ്മുടെ ജോയിനിങ് എമൗണ്ട് അതുപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ വാലറ്റിലുള്ള എമൗണ്ട് നമ്മുടെ, ദാറ്റ് മീൻസ് നമ്മുടെ ജോയിനിങ് എമൗണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും? ഒന്ന്, ഡ്രീം വിൻ കമ്പനിയുടെ ലക്കി ഡ്രോ പ്ലാറ്റ്ഫോം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിൽ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? നമ്മുടെ ജോയിനിങ് എമൗണ്ടിൽ നമുക്ക് ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ക്രിപ്റ്റോ വിസ ഡെബിറ്റ് കാർഡ് വരുന്നു. ആ ഡെബിറ്റ് കാർഡ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന്റെ യൂട്ടിലിറ്റികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ വാലറ്റിലുള്ള നമ്മുടെ ജോയിനിങ് എമൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ക്ലബ് പ്രീമിയം മെമ്പർഷിപ്പ് ആണ്. കമ്പനി ഓൾറെഡി ഡിസ്കഷനിലേക്കാണ്. നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ഹോട്ടൽസ് ഒക്കെ ബുക്ക് ചെയ്യാനും സാധിക്കുന്ന ഒരു മേഖലയാണ് ക്ലബ് പ്രീമിയം മെമ്പർഷിപ്പ്. $100 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് ക്ലബ് പ്രീമിയം മെമ്പർഷിപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കില്ല. പക്ഷേ $5000 പാക്കേജ് ഒക്കെ എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ ജോയിനിങ് എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ട്രാവലിംഗ് പാർട്ട് വളരെ സിമ്പിൾ ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ 3C ക്ലബ് പ്രീമിയം മെമ്പർഷിപ്പ് അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഈൽഡ് പ്രോജക്ട്സുകൾ ഉണ്ട്. ഈൽഡിങ് സ്റ്റേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഒരു ക്രിപ്റ്റോ വേർഷൻ ആണെന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജോയിനിങ് എമൗണ്ട് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളായിരിക്കും. ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ 2 മാസമോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ജോയിനിങ് എമൗണ്ട് അവിടെ സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാവും. ആ പെർസെൻറ്റേജ് നമുക്ക് റിട്ടേൺ ആയിട്ട് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജോയിനിങ് എമൗണ്ട് സ്റ്റേക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഷെയർ ഹോൾഡർ റൈറ്റ്സ്, കമ്പനി റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ ലിഥിയം മൈനിങ്, ഗോൾഡ് മൈനിങ്, സിൽവർ മൈനിങ് കമ്പനികളുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജോയിനിങ് എമൗണ്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ 3C അസറ്റ്സിന്റെ തന്നെ ഷെയർ കൊണ്ടുവരുമ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ജോയിനിങ് എമൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അത് വളരെ സൂൺ ആയിട്ട് തന്നെ ഈ ഒരു റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകളും ഷെയർ ഹോൾഡിംഗ് പരിപാടിയും എല്ലാം കമ്പനി ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ലാസ്റ്റ് വീക്കിൽ നടന്ന നമ്മുടെ MD വാക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇനി അടുത്തൊരു ബെനിഫിറ്റ്, 2 ബെനിഫിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ജോയിനിങ് ചെയ്തു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ കോഴ്സ് കിട്ടുന്നു. 2 ജോയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കമ്പനി തരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ്, നമ്മൾ ഏത് പാക്കേജ്, ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഏത് പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്നോ അതിന്റെ 10 ഇരട്ടി വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ലിമിറ്റ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ $100 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് $1000 വരെ മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്. $300 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് $3000 വരെ. $500 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്നവർക്ക് $5000 വരെ ആയിരിക്കും ലിമിറ്റ് എന്ന് പറയുന്നത്. $1000 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്താൽ $10000 ആയിരിക്കും ലിമിറ്റ്. $2500 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് $25000 വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ലിമിറ്റ് ആയിരിക്കും കൊടുക്കുക. $5000 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് $50000 വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോർട്ട്ഫോളിയോ ലിമിറ്റ് ആയിരിക്കും കമ്പനി തരിക. അങ്ങനെ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 7 മുതൽ 14% വരെ മന്ത്ലി ROI ആയിട്ട് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അത് എല്ലാ മാസവും 1-ാം തീയതിയും 16-ാം തീയതിയുമായിട്ട് 2 തവണയായിട്ട് കമ്പനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു $1000 പാക്കേജ് എടുത്ത് ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് $10000 വരെയാണ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ലിമിറ്റ് തന്നിട്ടുള്ളത്. ഞാനൊരു $5000 ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. കഴിഞ്ഞ 4 മാസമായിട്ട് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അറൌണ്ട് 13% ആണ് കമ്പനി ROI ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ആവറേജ് ഒരു 10% കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ $5000 ഇൻവെസ്റ്റ് ചെയ്ത എനിക്ക് മന്ത്ലി 10% എന്ന് പറയുമ്പോൾ $500 ആയിരിക്കും കമ്പനി ROI ആയിട്ട് തരിക. ഇനി ഇത് എത്ര നാൾ കമ്പനി എനിക്ക് തരും? ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് 2 ഇരട്ടി ആകുന്നവരെ കമ്പനി നമുക്ക് ഈ ROI തന്നുകൊണ്ടിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് $5000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് $10000 റിട്ടേൺ തരുന്നവരെ കമ്പനി മന്ത്ലി ഈ 10%, അല്ലെങ്കിൽ whatever 7 to 14% കമ്പനി നമുക്ക് മന്ത്ലി റിട്ടേൺ ആയിട്ട് തരുന്നതാണ്. ഇവിടെ
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഒരു 3 മാസത്തെ ലോക്കിംഗ് പീരീഡ് ആണ് ഉണ്ടാവുക. 3 മാസത്തിന് ശേഷം നമുക്കൊരു എമർജൻസി വന്നു എന്ന് വിചാരിക്കും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കോൺട്രാക്ട് ക്യാൻസൽ ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ നമുക്ക് കമ്പനി തന്നിരിക്കുന്ന ROI എത്രയാണോ അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആയിരിക്കും കമ്പനി നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. പല കമ്പനികളും നമുക്ക് ഇവിടെ വന്നിട്ട് 1 മാസം 2 മാസം കൊണ്ടൊക്കെ 2 ഇരട്ടി തരാം 3 ഇരട്ടി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹന വാഗ്ദാനങ്ങളുമായിട്ട് വന്നിട്ട് സ്കാം ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഇൻകമാണ് കമ്പനി ഇവിടെ ഓഫർ ചെയ്തിട്ടുള്ള 7 to 14% മന്ത്ലി ROI. ഓക്കെ, ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഡേ ഫ്രണ്ട്സ്, 3 ബെനിഫിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1, ഒരു എഡ്യൂക്കേഷണൽ കോഴ്സ് നമുക്ക് കിട്ടുന്നു. 2, ജോയിനിങ് എമൗണ്ട് അതുപോലെ തന്നെ പല യൂട്ടിലിറ്റികൾക്ക് വേണ്ടി കമ്പനി നമുക്ക് റിട്ടേൺ തരുന്നു. ഇനി അത് ഉപയോഗിച്ചില്ലെന്നാണെങ്കിൽ 2% വെച്ച് മന്ത്ലി ക്യാഷ് ബാക്ക് കമ്പനി തരുന്നു. 3-മത്തെ ബെനിഫിറ്റ്, നമ്മൾ എടുത്തിരിക്കുന്ന പാക്കേജിന്റെ 10 ഇരട്ടി വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 4-മത്തെ ബെനിഫിറ്റ്, ഡിയർ ഫ്രണ്ട്സ്, ലോകമെങ്ങും കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെയാണ്. 3C അസറ്റ്സ് നമുക്കിവിടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 8 രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ മഹത്തരമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ആണ് നമ്മുടെ കൈകളിലേക്ക് തന്നിട്ടുള്ളത്. 8 രീതിയിലുള്ള ഇൻകമാണ്. അതിൽ 1-മത്തെ ഇൻകം റെഫറൽ ബോണസ്. നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന വ്യക്തി ഏത് പാക്കേജ് എടുത്താണോ ജോയിൻ ചെയ്യുന്നത് അതിന്റെ 10% അപ്പോൾ തന്നെ നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് കമ്പനി തരുന്നുണ്ട്. നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു $1000 പാക്കേജ് എടുത്താണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിന് 10% എന്ന് പറയുമ്പോൾ $100 സ്ട്രേറ്റ് അവേ നമുക്ക് ഇൻകമായിട്ട് തരുന്നു. എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2-മത്തെ ബെനിഫിറ്റ്, ഡുവൽ ബോണസ് അഥവാ ബൈനറി ഇൻകം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബൈനറി എന്ന്. ലെഫ്റ്റ് റൈറ്റ് ചാനലിലൂടെ 2 പേരിലൂടെ 2 ടീം ബിൽഡ് ചെയ്ത് പോകുന്നതിനെയാണ് ബൈനറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും വ്യക്തികൾ AMA പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ അത് തമ്മിൽ മാച്ചിങ് ആവുകയും എത്രയാണോ മാച്ചിങ് ആവുന്നത് അതിന്റെ 10% നമുക്ക് ബൈനറി ഇൻകം ആയിട്ട് തരുന്നത്. ഈ ഒരു ഇൻകത്തിന് മാത്രം ഡെയിലി ലിമിറ്റ് ഉണ്ടാവും. നമ്മൾ ഏത് പാക്കേജ് എടുത്താണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ഡെയിലി ബൈനറി ഇൻകത്തിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. $100 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ദിവസം $100 വരെ മാത്രമായിരിക്കും ബൈനറി ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. $1000 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദിവസം $1000 വരെ ബൈനറി ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. $5000 പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് ഡെയിലി ഒരു ദിവസം $5000 വരെയും ബൈനറി ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഇൻകമാണ് റാങ്ക് പെർഫോമൻസ് ബോണസ്. നമുക്കിവിടെ 14 റാങ്കുകൾ കമ്പനി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴും ഒരു സിംഗിൾ പേയ്മെന്റ് റിവാർഡ് കമ്പനി നമുക്ക് ബോണസ് ആയിട്ട് തരുന്നുണ്ട്. അതാണ് റാങ്ക് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. ആദ്യത്തെ റാങ്കാണ് അസോസിയേറ്റ് റാങ്ക്. നമ്മുടെ ടീമിൽ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ടോട്ടൽ ഒരു $5000 ജോയിനിങ് നടക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ റാങ്ക് നമ്മൾ കവർ ചെയ്യും. ആദ്യത്തെ റാങ്ക് നമ്മൾ എത്തുമ്പോൾ നമുക്കൊരു സിംഗിൾ പേയ്മെന്റ് റിവാർഡ് ആയിട്ട് കമ്പനി $100 നമുക്ക് തരുന്നുണ്ട് റാങ്ക് പെർഫോമൻസ് ബോണസ് ആയിട്ട്. 2-മത്തെ റാങ്ക് ആയിട്ടുള്ള സീനിയർ അസോസിയേറ്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $300 ആണ് റിവാർഡ്. പ്രിൻസിപ്പൽ അസോസിയേറ്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $500, കൺസൾട്ടന്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $1000, സീനിയർ കൺസൾട്ടന്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $2500, അസോസിയേറ്റ് ഡയറക്ടർ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $5000. 6-മത്തെ റാങ്കാണ്. ആ $5000 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 4.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ ഇന്ത്യൻ മണി നമുക്ക് സിംഗിൾ പേയ്മെന്റ് റിവാർഡ് ആയിട്ട് ആ റാങ്ക് അച്ചീവ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടുന്ന. നമ്മൾ ഈ ഒരു ബിസിനസിന്റെ നെറ്റ്വർക്കിനെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട്സ്, ഏറ്റവും ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട റാങ്കാണ് ഡയറക്ടർ റാങ്ക്. 7-മത്തെ റാങ്കാണ്. വളരെയധികം പ്രത്യേകതകളുടെ റാങ്കാണ്. ഈ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ $20,000 ആണ് സിംഗിൾ പേയ്മെന്റ് റിവാർഡ്. അതായത് ഏകദേശം 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ ഇന്ത്യൻ മണി സിംഗിൾ പേയ്മെന്റ് റിവാർഡ് ആയിട്ട് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് ആയിട്ടുള്ള 14-മത്തെ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ $10 million വരെ നമുക്ക് സിംഗിൾ പേയ്മെന്റ് റിവാർഡ് ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു ഇൻകമാണ് റാങ്ക് റോയൽറ്റി ബോണസ്. ഏതെങ്കിലും ഒരു റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു ഇൻകമാണ്. നമ്മുടെ ടീമിൽ ഡെയിലി എത്ര ഡോളറിന്റെ ജോയിനിങ് നടക്കുന്നുണ്ടോ അതിന്റെ ഒരു പെർസെൻറ്റേജ് കൂടി കമ്പനി നമുക്ക് ഇൻകം ആയിട്ട് തരുന്നുണ്ട്. 1-മത്തെ റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് 1%. 2-മത്തെ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ 2% വരും. 3-മത്തെ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 3% വരും. 4-മത്തെ റാങ്കിന് 4%. 5-മത്തെ റാങ്ക് ആയിട്ടുള്ള സീനിയർ കൺസൾട്ടന്റ് റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ടീമിൽ ഡെയിലി എത്ര ഡോളറിന്റെ ജോയിനിങ് നടക്കുന്നുണ്ടോ അതിന്റെ 5% നമുക്ക് റോയൽറ്റി ഇൻകമായിട്ട് കമ്പനി തരുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത 4 ഇൻകവും ടീം ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഇൻകമാണ്. ഓരോരുത്തരും ജോയിൻ ചെയ്യുന്നത് AMA പാക്കേജ് എടുത്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻകം ആണെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻകമാണ്.
നമ്മുടെ ടീമിൽ വരുന്നവർക്ക് എല്ലാവർക്കും കമ്പനി പോർട്ട്ഫോളിയോ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മുടെ ടീമിലുള്ള വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഭാഗമായിട്ട് ഒരു ROI മേടിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻകമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻകമാണ്. അതിൽ ആദ്യത്തെ ഇൻകമാണ് എലൈറ്റ് റാങ്ക് റോയൽറ്റി ബോണസ്. നമ്മുടെ ടീമിൽ വരുന്ന വ്യക്തികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടുന്ന ഇൻകമാണിത്. ഇതിന് ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നാമത്തെ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യണം. മാത്രമല്ല നമ്മുടെ ടീമിൽ ടോട്ടൽ ഒരു $25,000 ഇൻവെസ്റ്റ്മെന്റും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ 1% നമുക്ക് എലൈറ്റ് റാങ്ക് റോയൽറ്റി ബോണസ് ആയിട്ട് കമ്പനി തരുന്നുണ്ട്. രണ്ടാമത്തെ റാങ്ക് അച്ചീവ് ചെയ്യുകയും $50,000 ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ടീമിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2% വരും. മൂന്നാമത്തെ റാങ്കും $1,00,000 പോർട്ട്ഫോളിയോ ടീമിൽ കംപ്ലീറ്റ് ചെയ്ത് 3%. നാലാമത്തെ റാങ്കും $2,50,000 പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4%. അഞ്ചാമത്തെ റാങ്ക് ആയിട്ടുള്ള സീനിയർ കൺസൾട്ടന്റ് റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുകയും നമ്മുടെ ടീമിൽ ടോട്ടൽ ഒരു $5,00,000 ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ 5% നമുക്ക് എലൈറ്റ് റാങ്ക് റോയൽറ്റി ബോണസ് ആയിട്ട് കമ്പനി തരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകമാണ് നെക്സ്റ്റ് ഇൻകം, മൾട്ടി ലെയർ ബോണസ് അഥവാ ലെവൽ ഇൻകം. ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും 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 റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് എങ്ങനെ നേടാം എന്നുള്ളതാണ് മൾട്ടി ലെയർ ബോണസ് അഥവാ ലെവൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു ബിഗിനർ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും 5 ലെവലുകൾ ഓപ്പൺ ആയിരിക്കും. ഒന്നാമത്തെ ലെവലിൽ നിന്ന് 12%, രണ്ടാമത്തെ ലെവലിൽ നിന്ന് 7%, മൂന്നാമത്തെ ലെവലിൽ നിന്ന് 3%, നാലാമത്തെ ലെവലിൽ നിന്ന് 3%, അഞ്ചാമത്തെ ലെവലിൽ നിന്ന് 2%. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ലെവലുകൾ? നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ ലെവൽ 1 ആയിരിക്കും. നമ്മൾ എത്ര പേരുണ്ട് ഡയറക്ടർ, 2, 5, 10, നമ്മൾ എത്ര പേര് ഡയറക്റ്റ് റെഫർ ചെയ്യുന്നു അവരെല്ലാവരും നമ്മുടെ ലെവൽ 1 ആയിരിക്കും. ഈ ലെവൽ 1 വ്യക്തികൾ എല്ലാവരും കൂടി ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ ലെവൽ 2 ആയിരിക്കും. അങ്ങനെ ലെവൽ 3, ലെവൽ 4 അങ്ങനെ താഴത്തേക്ക് നമ്മുടെ ടീം ബിൽഡ് ചെയ്ത് പോവുകയാണ്. അതാണ് ലെവൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് മൾട്ടി ലെയർ ബോണസ്? നമ്മുടെ ടീമിൽ വരുന്ന വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്യുകയും കമ്പനി അവർക്ക് മന്ത്ലി ROI കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ടീമിൽ വരുന്ന വ്യക്തികൾ മന്ത്ലി ROI മേടിക്കുമ്പോൾ അതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടുന്ന ഇൻകമാണ് മൾട്ടി ലെയർ ബോണസ് അഥവാ ലെവൽ ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്റെ ലെവലിൽ ഒരു 20 പേരുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഡയറക്റ്റ് 20 പേരെ റെഫർ ചെയ്തു ഈ ഒരു പ്രോജക്റ്റിലേക്ക്. ഈ 20 പേരും കൂടി ഒരു $50,000 ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തു വിചാരിക്കും. ഒരാൾ $1,000 ഉള്ള 10,000, ഒരാൾ 5,000, അങ്ങനെ എല്ലാവരും കൂടി ടോട്ടൽ ഒരു $50,000 ഇൻവെസ്റ്റ് ചെയ്തു. കമ്പനി മന്ത്ലി ഒരു ആവറേജ് ROI ആയിട്ട് 10% കൊടുത്താൽ പോലും എത്രയാണ്? $5,000 ലെവൽ 1 എല്ലാവർക്കുമായിട്ട് കമ്പനി മന്ത്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ലെവൽ 1 നിന്ന് എന്റെ മൾട്ടി ലെയർ ബോണസ് 12%. എല്ലാവരും കൂടി $5,000 മേടിച്ചപ്പോൾ അതിന്റെ 12% എന്ന് പറയുന്നത് $600 ആണ്. ലെവൽ 1 നിന്ന് $600 എനിക്ക് മന്ത്ലി ഇൻകം ആയിട്ട് ഞാൻ ഇൻകം ഉറപ്പിച്ചു. ഇത് എത്ര നാൾ കിട്ടും? നമ്മുടെ ലെവൽ 1 ആൾക്കാരൊക്കെ എത്ര മാസം ROI മേടിക്കുമോ? അവരിട്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് 2 ഇരട്ടിയാകുന്നവരെ അവർക്ക് ROI കിട്ടുമെങ്കിൽ അത്രയും നാൾ എനിക്ക് ആ ലെവൽ 1 നിന്ന് ഞാൻ റെഗുലർ ഇൻകം ഉറപ്പിച്ചു എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻകം. ഈ ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോലും നമ്മൾ ഇനി ഈ ഒരു ബിസിനസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും എന്താണ്, ഈ ഒരു ഇൻകം റെഗുലർ ആയിട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. സോ ഇതാണ് മൾട്ടി ലെയർ ബോണസ് എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ 5 ലെവൽ എന്നുള്ളത് 10 ലെവലായിട്ട് ഉയരുന്നതാണ്. ഇങ്ങനെ ആദ്യത്തെ 3 റാങ്കുകൾ കവർ ചെയ്യുമ്പോൾ 20 ലെവലിൽ നിന്നാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഇൻകം നമുക്ക് കിട്ടുന്നത്. 7ാമത്തെ റാങ്ക് മുതൽ അഡീഷണൽ ഒരു ഇൻകം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്, ക്ലബ് മില്യനർ ഇൻകം. നമ്മുടെ ടീമിൽ 20 ലെവൽ എന്നല്ല, എത്ര ലെവലുള്ള വ്യക്തികൾ ROI മേടിച്ചാലും അതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടുന്നതാണ്. ഡയറക്ടർ റാങ്കിലുള്ളവർക്ക് 2%, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് റാങ്കിലുള്ളവർക്ക് 4%, വൈസ് പ്രസിഡന്റ് റാങ്കിലുള്ളവർക്ക് 6%, പ്രസിഡന്റ് റാങ്കിലുള്ളവർക്ക് 8%. ക്ലബ് മില്യനറിംഗ്. നെക്സ്റ്റ് 3C മില്യനറിംഗ്. ഇത് നമ്മുടെ ടീമുമായിട്ട് യാതൊരു ബന്ധമില്ല. കമ്പനിയുടെ ടോട്ടൽ ഇന്റർനാഷണലി കമ്പനിക്ക് പോർട്ട്ഫോളിയോ പ്രോഫിറ്റ് എത്രയുണ്ടോ അതിന്റെ 3% ഈ ഇൻകത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ഇതിൽ സെനറ്റർ റാങ്കിൽ എത്ര പേരുണ്ടോ അവർക്ക് 1% ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അംബാസഡർ റാങ്കിലുള്ള എത്ര പേരുണ്ടോ അവർക്ക് 2% ഡിവൈഡ് ചെയ്യും. ഗ്ലോബൽ അംബാസഡർ റാങ്കിലുള്ളവർക്ക് എത്ര പേരുണ്ടോ അവർക്ക് 3% ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇനി കമ്പനി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺടെസ്റ്റുകൾ, ഓൾറെഡി ഇപ്പോൾ ഈ ഒരു കോൺടെസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു. നമ്മുടെ കമ്പനിയുടെ നെക്സ്റ്റ് ബുൾ സമ്മിറ്റ് വരുന്നത് ദുബായിലാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 5 വരെ ആയിരുന്നു ഇതിന്റെ കാലാവധി. ആ ഒരു കോൺടെസ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് കോൺടെസ്റ്റ് കമ്പനി ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. ഡിഫറൻസ്. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ പ്രോഫിറ്റ് എല്ലാ മാസവും 1-ാം തീയതിയും 16-ാം തീയതി ആയിരിക്കും കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന് യാതൊരു അഡ്മിൻ ചാർജും ഇല്ല. വിഡ്രോ ചെയ്യുന്നത് നമുക്കൊരു 48 അവേഴ്സിനുള്ളിൽ നമുക്ക് വിഡ്രോവൽ നമുക്ക് കിട്ടുന്നതാണ്.
ഇനി അതുപോലെ തന്നെ നമ്മുടെ ടീം ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഇൻകം എല്ലാം നമുക്ക് ഡെയിലി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വിഡ്രോവൽ സെറ്റപ്പ് ആണ് കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ യൂസർ നെയിം പാസ്വേഡ് മറ്റൊരാളുടെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആർക്കും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഗൂഗിൾ ഓതന്റിക്കേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹൈലി സെക്യൂർഡ് ആയിട്ടാണ് കമ്പനി എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ മൊബൈലിൽ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ ഗൂഗിൾ ഓതന്റിക്കേറ്റർ എടുക്കുക, അതിന്റെ സെക്യൂരിറ്റി കോഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളുടെ വിഡ്രോവൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ക്രിപ്റ്റോ വിസ ഡെബിറ്റ് കാർഡ് കമ്പനി ഓൾറെഡി വിത്തിൻ മന്ത്സ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. ഡിഫറൻസ് കമ്പനിയുടെ പ്രോഗ്രാമുകളെല്ലാം വളരെ ചാർട്ടേഡ് ആണ്. കമ്പനി ഇപ്പോൾ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് പീരീഡിലാണ്. ഫസ്റ്റ് അച്ചീവേഴ്സ് മീറ്റ് 2 മാസം മുമ്പ് തായ്ലൻഡിൽ വെച്ച് കഴിഞ്ഞു. കമ്പനിയുടെ നെക്സ്റ്റ് ബുൾ സമ്മിറ്റ് വരുന്നത് ദുബായിൽ വെച്ചിട്ടാണ് വരുന്നത്. അത് ഒക്ടോബറിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഈ വർഷം ലാസ്റ്റ് വരുന്നത് അച്ചീവേഴ്സ് മീറ്റ് വരുന്നു. അത് തായ്ലൻഡിൽ വെച്ചായിരിക്കും വരിക. അതിന്റെ ഓൾറെഡി അതിന്റെ ഉടനെ തന്നെ അതിന്റെ കോൺടെസ്റ്റും കാര്യങ്ങളും റൺ ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 2026 ഫസ്റ്റ് ക്വാർട്ടറിൽ കമ്പനിയുടെ ബുൾ സബ്മിറ്റ് 3.0 അത് മാൽദീവ്സിൽ വെച്ചാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡിഫറൻസ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഈ ഒരു പ്രോഗ്രാമിലൂടെ 3C അസറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പ്രോജക്റ്റിനെ കുറിച്ചുള്ള അറിവ് എന്നിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്ത ഇതെങ്ങനെ ഈ ബിസിനസിന്റെ ഭാഗമാകാം, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികൾക്ക് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നൊരു കൂട്ടായ തീരുമാനത്തോടുകൂടി എല്ലാവരും കൂടി ഒരുമിച്ച് ഇത് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വളരെ സൂൺ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഒരു നെക്സ്റ്റ് ഒരു 1 or 2 years നമ്മൾ ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്താൽ പോലും ലൈഫ് ലോങ് നമുക്ക് പാസീവ് ഇൻകം മേടിക്കാൻ സാധിക്കുന്ന ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ് ആണ് 3C അസറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ന് ഈ ഒരു പ്രോഗ്രാം എന്നിലൂടെ ശ്രമിച്ച എല്ലാ വ്യക്തികൾക്കും 3C അസറ്റ്സിലൂടെ വളരെ വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.